തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ടും തന്നെ കാണുക. കൊഴിഞ്ഞു തീരാറായ എൻ്റെ മുടി എങ്ങനെ ഞാനിങ്ങനെ വളർത്തിയെടുത്തു, അതിനു വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് 7 ഡേ റൊട്ടീൻ പോലെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. 7 ദിവസം നിങ്ങളുടെ മുടിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, മുടി വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ഓരോ കാര്യങ്ങളും ഇതിലെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു നോക്കുക. മെയിൻ ആയിട്ട് എന്റെ മുടിയിൽ 4 ഹെയർ പാക്കുകളാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. 1 മുടി കൊഴിച്ചലിന്, 2 മുടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട്, 3 മുടിയുടെ തിക്നെസ് കൂടാൻ വേണ്ടിയിട്ട്, 4 മുടി പൊട്ടിപ്പോവാതിരിക്കുക, മുടി സ്പ്ലിറ്റൻസ് വരാതിരിക്കുക, മുടി ഒരുപാട് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഡേ 1 ഇന്നത്തെ ഈ ഒരു ഹെയർ കെയർ കൊണ്ട് തന്നെ നിങ്ങളുടെ മുടിയുടെ 90% പ്രശ്നങ്ങളും മാറി കിട്ടും എന്നുള്ളത് ഞാൻ തറപ്പിച്ച് പറയും. കാരണം അത്രയ്ക്കും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റൊട്ടീനാണ് നമ്മൾ ഡേ 1 തന്നെ ചെയ്യണത്. ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾ എല്ലാവരും നിരന്തരം റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോയും കൂടിയാണ്. ചേച്ചിയുടെ 7 ഡേയ്സ് ഹെയർ കെയർ റൊട്ടീൻ ഒന്ന് ഷെയർ ചെയ്യാമോ എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് 7 ഡേയ്സ് 1 വീക്കില് എന്റെ മുടിയിൽ ഞാൻ ചെയ്തു കൊടുക്കുന്ന, മുടി വളരാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിരുന്ന ഹെയർ കെയർ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോ ഇന്ന് ഞാൻ കാണിക്കുന്ന ഈ ഒരു 7 ഡേയ്സ് റൊട്ടീനിൽ ഇത് തന്നെ ചെയ്യും അല്ലെങ്കിൽ ഇത് നിർബന്ധമായിട്ടും ചെയ്യും എന്നൊന്നുമില്ല. ചില ദിവസങ്ങളിൽ നമുക്ക് ഹെയർ കെയർ ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരാറുണ്ട്, പല തിരക്കുകൾ കാരണം. അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യണത് കൊണ്ട് ഒരു പ്രശ്നമില്ല കേട്ടോ. എന്നിരുന്നാലും നമുക്ക് എല്ലാവർക്കും ഒരു 7 ഡേ റൊട്ടീൻ നമ്മൾ കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കണം. എന്നിരുന്നാലാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഹെയർ കെയർ നമുക്ക് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. നമുക്ക് ഒരു പക്ഷേ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, സാഹചര്യങ്ങൾ കൊണ്ട്. എന്നിരുന്നാലും നമുക്ക് എല്ലാവർക്കും ഒരു 7 ഡേ റൊട്ടീൻ എന്നുള്ളത് നമ്മൾ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇന്നത്തെ എന്റെ 7 ഡേ റൊട്ടീൻ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ ഞാൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് 4 കാര്യങ്ങളാണ്. എന്റെ മുടിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നത് 4 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് എന്താന്ന് വെച്ചാൽ മുടി കൊഴിച്ചിലിനുള്ള ഹെയർ കെയർ ചെയ്യും. രണ്ടാമത്തേത് മുടി നന്നായിട്ട് വളരാനുള്ളത്. മൂന്നാമത്തേത് മുടിക്ക് നല്ലതുപോലെ തിക്നെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. നാലാമത്തത് എന്താന്ന് വെച്ചാല് മുടിയിലെ ഡ്രൈനെസ്, സ്പ്ലിറ്റൻസ്, മുടി പൊട്ടിപ്പോവുക, അതേപോലെ തന്നെ നമ്മുടെ തലയിൽ താരൻ വരിക, അതേപോലെ തന്നെ ചൊറിച്ചിലുണ്ടാവുക, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ഓരോ തവണകളിലും പാക്കുകൾ മാറ്റിക്കൊണ്ടിരിക്കും. മെയിൻ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ 4 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് ഈ 4 കാര്യം നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യണം. ഒരേ റൊട്ടീനാണോ ഫോളോ ചെയ്യാന്ന് ചോദിച്ചാൽ അല്ല. ഈ 4 രീതികളിലുള്ള ഹെയർ പാക്ക് ഞാൻ മാറ്റി യൂസ് ചെയ്യും. ഹെയർ ഫോളിന് തന്നെ ഒരുപാട് ഹെയർ പാക്സ് ഉണ്ട്, ഹെയർ തിക്നെസ്സിന് തന്നെ ഒരുപാട് ഹെയർ പാക്സ് ഉണ്ട്. അങ്ങനെ ഓരോന്നിനും ഒരുപാട് ഹെയർ പാക്കുകൾ ഉണ്ട്. ഇതില് എനിക്ക് അന്നത്തെ ദിവസം എന്റെ മുടിയിൽ എന്താണോ പ്രശ്നം, എനിക്ക് എന്താണോ എന്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്, അത് വെച്ചിട്ടാണ് ഞാൻ എന്റെ ഹെയർ കെയർ ചെയ്തു വരുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് കിടക്കാം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും ഡേ 1 നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു ഹെയർ കെയർ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോണത്. അപ്പോൾ ഡേ 1 നമ്മുടെ ഹെയർ കെയർ എന്ന് വെച്ചാൽ ഹെയർ ഓയിലിംഗ് തന്നെയാണ്. ഹെയർ ഓയിലാണ് നമ്മുടെ മുടിയുടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹെയർ ഓയിലാണ്. അപ്പോൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും മുൻപായിട്ട് നിങ്ങളുടെ മുടിയിലെ ജട മുഴുവനായിട്ടും തന്നെ കളയുക. മുടിയിൽ ജടയോടുക്കിനെ തന്നെ നിങ്ങൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ മുടി ചീവി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെയർ ഫോൾ ഒരുപാട് വരും. അതുകൊണ്ട് തന്നെ ആദ്യമേ മുടിയിൽ ജട കളഞ്ഞതിന് ശേഷം ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്ന് ഞാൻ അപ്ലൈ ചെയ്യുന്നത് രാത്രിയിലാണ്. ഞാൻ എപ്പോഴും ഹെയർ ഓയിൽ എൻ്റെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് മാക്സിമം രാത്രികളിലാണ്. ഓവർനൈറ്റ് എൻ്റെ മുടിയിൽ എണ്ണ വെക്കുമ്പോൾ എനിക്കത് ഒരുപാട് റിസൾട്ട് കിട്ടുന്നതായിട്ട് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മാക്സിമം രാത്രികളിൽ അപ്ലൈ ചെയ്യാനുള്ള സമയം കിട്ടാറില്ല, പക്ഷേ മുടി ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്തിരുന്നതൊക്കെ രാത്രികളിലാണ്. രാത്രിയിൽ നന്നായിട്ട് സ്കാൽപ്പിലും മുടിയിലൊക്കെ എണ്ണ വെച്ച് മുടി നന്നായിട്ട് പിന്നി മെടഞ്ഞ് കെട്ടിയിട്ട് പിന്നെയാണ് പിറ്റേ ദിവസം രാവിലെ എണിച്ചിട്ടാണ് ബാക്കിയുള്ള റൊട്ടീൻ ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് അത് തന്നെയാണ് കാണിച്ചു തരുന്നത്. ഇത് നിങ്ങളും ഇതേപോലെ രാത്രി തന്നെ ഫോളോ ചെയ്യണമെന്നില്ല. രാവിലെ എണീച്ച്
നിങ്ങൾ ചെയ്തിരുന്നാലും മതി. പക്ഷേ എൻ്റെ ഒരു രീതി ഇങ്ങനെയാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഡ്രൈ ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണത് കുറച്ചും കൂടി നന്നായിരിക്കും കേട്ടോ. നന്നായിട്ട് മുടി വളരും കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ എൻ്റെ ഹെയർ ഓയിൽ ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത എൻ്റെ കാച്ചെണ്ണ, നിങ്ങൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് അത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. വകച്ചെല്ലെടുത്ത് നിങ്ങളുടെ തലയുടെ ഓട്ടിലും മുടിയിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ തലയുടെ ഓട്ടിലാണ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. മുടിയിൽ ഒരുപാട് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല. നിങ്ങളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം, മുടി വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യേണ്ടത് മുടിയിലല്ല, നമ്മുടെ തലയുടെ ഓട്ടിലാണ്. എനിക്കും ഇത് അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ മുടി വളരാൻ വേണ്ടിയിട്ട് മുടിയിലായിരുന്നു ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. മുടിയിൽ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് മുടി വളരുന്നില്ല എന്നുള്ളതായിരുന്നു എൻ്റെ പരാതി. പിന്നെയായിരുന്നു എനിക്ക് മനസ്സിലായത് മുടി വളരാൻ വേണ്ടിയിട്ട് നമ്മൾ മുടിയിലല്ല അപ്ലൈ ചെയ്യേണ്ടത്, തലയുടെ ഓട്ടിലാണ്. കാര്യം നമ്മുടെ മുടി വേരുള്ളത് തലയുടെ ഓട്ടിലാണ്, മുടിയിലല്ല അല്ലേ. നമ്മുടെ മുടി വേരുള്ളത് നമ്മുടെ തലയുടെ ഉള്ളിലാണ്, സ്കാൽപ്പിൻ്റെ അകത്തോട്ടാണ്. അപ്പോൾ നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്താലാണ് നമ്മുടെ മുടി വേരിന് ആ ഒരു ഹെയർ ഓയിൽ പോവുള്ളൂ. അങ്ങനെ മുടി വേരിന് ഹെയർ ഓയിൽ കിട്ടിയാലാണ് അവിടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. നമ്മളൊരു ചെടി വെക്കുന്ന സമയത്ത് മേലെയല്ലല്ലോ താഴെയല്ലേ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത്, മണ്ണിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ലേ. അതേപോലെ തന്നെയാണ് തലയുടെ ഓട്ടിൽ നന്നായിട്ട് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുക. മുടിയിലല്ല, മുടിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഡ്രൈനെസ്സും സ്പ്ലിറ്റൻസ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മുടിയിലും അപ്ലൈ ചെയ്യണം കേട്ടോ. അതിനുശേഷം നല്ലൊരു മസാജ് കൊടുക്കുക. പിന്നെ നമ്മൾ ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ ഇൻവേഷൻ മെത്തേഡിൽ നിങ്ങൾ മസാജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഇനിയുമേ ബെറ്റർ ആയിരിക്കും കേട്ടോ. കാര്യം ഇൻവേഷൻ മെത്തേഡിൽ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ നോർമലി ഉള്ളതിനേക്കാളും 4 മടങ്ങ് ബ്ലഡ് ഫ്ലോ നമ്മുടെ സ്കാൽപ്പിന് കിട്ടും. അതുവഴി നമുക്ക് നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. അതുകൊണ്ട് ഇൻവേഷൻ മെത്തേഡിൽ നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം ഞാൻ രാത്രി ആയതുകൊണ്ട് തന്നെ മുടി ഫുള്ളായിട്ട് പിന്നി മെടഞ്ഞ് കെട്ടിവെക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഇത് ഡേ 2 അല്ല കേട്ടോ, ഡേ 1 തന്നെയാണ്. ഞാൻ രാത്രി ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തേ ഉള്ളൂ. നിങ്ങൾക്ക് രാവിലെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ രാവിലെ ആയപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് ഹെയർ ഓയിൽ എടുത്ത് എൻ്റെ തലയോട്ടിയിലും മുടിയിലും ഞാൻ കൂടുതൽ അപ്ലൈ ചെയ്തിരുന്നില്ല ഹെയർ ഓയിൽ. അതുകൊണ്ട് തന്നെ എൻ്റെ മുടിയിലും നല്ല രീതിക്ക് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കുന്നുണ്ട് ചൂടാവാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഈ ഒരു വെള്ളം ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മളുടെ ടവലോ തോർത്തോ ഒന്ന് മുക്കിയെടുത്തിട്ട് ആ ഒരു ചൂട് നമ്മുടെ തലയോട്ടിയിൽ ഇങ്ങനെ തട്ടിക്കുക. നമ്മുടെ തലയോട്ടിയിൽ ഇങ്ങനെ വെച്ച് നന്നായിട്ട് ഇങ്ങനെ ഒപ്പി കൊടുക്കുക. ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഓയിൽ സ്റ്റീമിംഗ് ആണ് ഇപ്പം നമ്മൾ ചെയ്യണത്. നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന നമ്മുടെ ഹെയർ ഓയിൽ നന്നായിട്ട് നമ്മുടെ മുടിവേരിനെ ഇറങ്ങിച്ചെല്ലാനും നമ്മുടെ മുടിവേരിനെ നല്ലതുപോലെ സ്ട്രോങ് ആക്കി മാറ്റാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓയിൽ സ്റ്റീമിംഗ് ചെയ്യുന്നത്. ഈ ഒരു ചെറു ചൂട് നമ്മുടെ തലയോട്ടിയിൽ തട്ടുന്ന സമയത്ത് നമ്മുടെ തലയോട്ടിയിലെ ശുചിരങ്ങൾ പോഴ്സ് ഒക്കെ നന്നായിട്ട് ഓപ്പൺ ആവും. നമ്മുടെ റൂട്ട്സ് ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഓപ്പൺ ആയി അതുവഴി നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഹെയർ ഓയിൽ പെട്ടെന്ന് നമ്മുടെ മുടിവേരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് ദി ബെസ്റ്റ് ആണെന്ന് വെച്ചാൽ ദി ബെസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങളൊരു 3-4 തവണ ചൂടുവെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞ് തലയോട്ടിയിൽ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ഒപ്പി കൊടുക്കുക. ഈ ചൂട് നമ്മുടെ സ്കാൽപ്പിൽ തട്ടണം. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ. അതിനുശേഷം അവസാനം നമ്മൾ ഫുള്ളായിട്ട് തന്നെ നമ്മുടെ മുടിയിലും നന്നായിട്ട് കവർ ചെയ്ത് ഒരു 2 മിനിറ്റ് ഇങ്ങനെ കെട്ടിവെക്കുക. 2 മിനിറ്റ്, കൂടുതൽ വേണ്ട കേട്ടോ. 2 മിനിറ്റ് നേരം നമ്മളിങ്ങനെ കെട്ടിവെക്കുക. 2 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ടവല് മാറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് നന്നായിട്ട് മുടിയിലെ ഡിഫറൻസ് അറിയാൻ വേണ്ടി പറ്റും. നമ്മുടെ മുടി അങ്ങനെ സ്മൂത്ത് ആയിട്ടുണ്ടാവും കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അതിൻ്റെ ഒരു ഡിഫറൻസ്? ഞാൻ കാണിക്കുന്ന സമയത്ത് നമ്മുടെ മുടി അങ്ങനെ കുഴഞ്ഞ് നല്ലതുപോലെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് മാറിയിട്ടുണ്ടാവും. അതിപ്പോൾ നിങ്ങൾക്ക് കാണാനും കഴിയും. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത് എന്താണെന്ന് വെച്ചാൽ ഹെയർ വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുടി ഡ്രൈ ആവാതിരിക്കാനും സ്പ്ലിറ്റൻസ് വരാതിരിക്കാനും മുടി ചീവുന്ന സമയത്ത് മുടി പൊട്ടിപ്പോവാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് ഇത്. മുടി നന്നായിട്ട് വളരാനും നമ്മുടെ മുടിയെ എക്സ്ട്രാ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കി മാറ്റാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു നാച്ചുറൽ കണ്ടീഷണറായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് ഇത്. മുടി നന്നായിട്ട് വളരാനും സഹായിക്കും കേട്ടോ. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഉലുവയാണ്. ഉലുവ തലേന്ന് തന്നെ വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെക്കുക. പിറ്റേ ദിവസം രാവിലെ എണീച്ച് അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ കൊത്ത് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ തേങ്ങ ചിരവീതും കൂടെ ചേർത്ത് കൊടുത്ത് എക്സ്ട്രാ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഉലുവയുടെ വെള്ളം തന്നെ ഒഴിച്ച് നന്നായിട്ട് ഇത് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ ഒരു പോളിസ്റ്ററിൻ്റെ ഷോൾ ഉണ്ടാവുമല്ലോ അതിൽ വെച്ച് നന്നായിട്ട് ഇത് അരിച്ചെടുക്കണം. നമ്മൾ അങ്ങനെ തന്നെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ തരി ഉണ്ടാവും, നമ്മുടെ തേങ്ങയുടെ തരിയൊക്കെ ഉണ്ടാവും. അതൊക്കെ തലയോട്ടിയിൽ പറ്റി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല രീതിക്ക് അരിച്ചെടുക്കുന്ന സമയത്ത് നല്ലൊരു കുഴമ്പ് രൂപത്തിലുള്ള ഒരു ഹെയർ പാക്ക് ഇവിടെ
റെഡി ആയി കഴിഞ്ഞു. ഈ ഒരു ഹെയർ പാക്ക് നമ്മുടെ തലയുടെ ഓട്ടിലും അതേപോലെ തന്നെ മുടിയിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. തലയുടെ ഓട്ടിൽ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ തലയിൽ താരനൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ പോകും കേട്ടോ. ഈ ഒരു ഹെയർ പാക്ക് തലയുടെ ഓട്ടിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ മുടിയിലും കൂടെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ ഒരു സെക്ഷൻ എടുക്കുക. മുടിവേര് മുതൽ മുടിയുടെ തുമ്പ് വരയ്ക്കും ഇങ്ങനെ വലിച്ച് കൊടുത്ത് ഫുള്ളായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അങ്ങനെ ഈ ഒരു ഹെയർ പാക്ക് നമ്മുടെ തലയുടെ ഓട്ടിലും മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു 15 മിനിറ്റ് നേരം മാത്രം ഈ ഒരു ഹെയർ പാക്ക് നമ്മുടെ മുടിയിൽ വെച്ചിരുന്നാൽ മതി. നമ്മൾ ഹെയർ പാക്ക് ചിലർ ഒരുപാട് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം വെക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ ഹെയർ പാക്ക് നമ്മുടെ മുടിയിലിരുന്ന് ഒരുപാട് ഡ്രൈ ആയി ഉണങ്ങി ഇങ്ങനെ ഡ്രൈ ആവാൻ പാടില്ല. ഒരു മാക്സിമം എല്ലാത്തിനും ഒരു കണക്കുണ്ട്. 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് നേരം മാത്രം ഈ ഒരു ഹെയർ പാക്ക് വെക്കുക. അതിനുശേഷം നമ്മൾ ഹെയർ വാഷ് ചെയ്യാം. അപ്പോൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഞാൻ കാണിക്കാം. ഇനി നമ്മൾ ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ രാവിലെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ നേരം ഹെയർ ഓയിലും പാക്കും കൂടെ 1 മണിക്കൂർ സമയമാണ് നമ്മുടെ മുടിയിൽ വെക്കേണ്ടത് കേട്ടോ. 3/4 മണിക്കൂർ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള 15 മിനിറ്റ് പാക്ക് ഇട്ട് ഹെയർ വാഷ് ചെയ്യാം കേട്ടോ. ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്ന നമ്മുടെ ഹെയർ പാക്ക് നമ്മുടെ തലയുടെ ഓട്ടിൽ ഉണ്ടല്ലോ, അത് വെള്ളം ഒഴിച്ച് നല്ല രീതിക്ക് ആദ്യം നിങ്ങൾ കഴുകിയെടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് ഷാമ്പു നമ്മുടെ മുടിയിൽ ഇട്ട് കൊടുത്ത് ഹെയർ വാഷ് ചെയ്യണം. നമ്മൾ ഹെയർ ഓയിൽ നല്ല രീതിക്ക് അപ്ലൈ ചെയ്തതുകൊണ്ട് തന്നെ കുറച്ച് ഷാമ്പുവും കൂടി ഇടണം. അപ്പോൾ ഷാമ്പു ഇടുമ്പോൾ നിങ്ങൾ എപ്പോഴും ഡയറക്റ്റായിട്ട് കൈ നിറച്ച് ഷാമ്പു എടുത്ത് അങ്ങനെ നിങ്ങളുടെ മുടിയിൽ തേച്ച് ഉരച്ച് നിങ്ങൾ കഴുകാൻ വേണ്ടി പാടില്ല. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മുടിയുടെ തിക്നെസ് നന്നായിട്ട് കുറഞ്ഞു വരും കേട്ടോ, നമ്മുടെ മുടി ഇങ്ങനെ ഉരസുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇപ്പം ഞാൻ കാണിച്ചതുപോലെ കുറച്ച് ഷാമ്പു എടുത്ത് നമ്മളൊരു മഗ്ഗിൽ വെക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു വെള്ളം ഒഴിച്ച് വേണം നമ്മൾ ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലാതെ ഒരിക്കലും ഡയറക്റ്റായിട്ട് നിങ്ങളുടെ മുടിയിൽ ഷാമ്പു വെച്ച് അങ്ങനെ തേച്ച് ഉരച്ച് കഴുകാൻ വേണ്ടി പാടില്ല. അതേപോലെ തന്നെ നമ്മൾ മുടിയിൽ ഷാമ്പു ഇട്ട് കഴിഞ്ഞാലും മുടി ഇങ്ങനെ എന്താ പറയുക, ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ പിഴിഞ്ഞു കൊടുത്ത് ഹെയർ വാഷ് ചെയ്ത് എടുത്താൽ മതി. അതല്ലാതെ ഇങ്ങനെ ഷാമ്പു ഇട്ട് ഇങ്ങനെ ഉരസാൻ വേണ്ടി പാടില്ല കേട്ടോ. നന്നായിട്ട് മുടികൾ തമ്മിൽ കൂട്ടി ഉരസി കഴുകിയെടുക്കാനും പാടില്ല. ഇപ്പം ഇങ്ങനെ മുടി ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞെടുത്ത് ഷാമ്പു നന്നായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നല്ലപോലെ വെള്ളം കോരി ഒഴിച്ച് നമ്മുടെ മുടി നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കുക കേട്ടോ. ഈ ഒരു രീതിയിൽ നമ്മൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ നമ്മുടെ തലയുടെ ഓടും നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ടാവും. നമ്മുടെ തലയോട്ടിയിൽ ഡാൻഡ്രഫ് ഉണ്ട്, അഴുക്കുണ്ട്, പൊടിയുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ പുതിയ ബേബി ഹെയർ ഗ്രോത്ത് ഉണ്ടാവില്ല, ഹെയർ ഗ്രോത്തേ ഉണ്ടാവില്ല. നമ്മളെപ്പോഴും നമ്മുടെ തലയോട്ടി ക്ലീൻ ചെയ്ത് വെച്ചിരുന്നാൽ മാത്രമാണ് അവിടെ നല്ല മുടികൾ, ഹെൽത്തി ആയിട്ടുള്ള മുടികൾ വളരുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ മുടിയും തലയുടെ ഓടൊക്കെ ഇപ്പോൾ ക്ലീൻ ആയി കഴിഞ്ഞു കേട്ടോ. ഇനി ഹെയർ ഉണങ്ങിയതിന് ശേഷമുള്ള റിസൾട്ടും കൂടി കാണിച്ച് പിന്നെ അവിടെ നിന്ന് അങ്ങനെ നമുക്ക് റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു രീതിയിൽ ഹെയർ വാഷ് ചെയ്ത് കഴിയുമ്പോഴുണ്ടല്ലോ നമ്മുടെ മുടിയുടെ ലുക്ക് ഉണ്ടല്ലോ, എൻ്റെ അമ്മയെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രമാത്രം മാറിയിട്ടുണ്ടാവും നമ്മുടെ മുടി ടോട്ടലി എന്ന് വെച്ചാൽ ടോട്ടലി മാറിയിട്ടുണ്ടാവും. നല്ല പഞ്ഞ മിഠായി പോലെ സോഫ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. മുടിയെ നമുക്ക് ടച്ച് ചെയ്യാൻ പോലും പറ്റില്ല. മുടി അങ്ങനെ ഒഴുകി കിടക്കുന്ന രീതിയിൽ മാറിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ചെയ്തു നോക്കണം കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഹെയർ പാക്കും ഹെയർ കെയർ റൊട്ടീനുമാണ് ഞാൻ ഷെയർ ചെയ്തത്. നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അത്രയ്ക്കും എഫക്റ്റീവായിട്ടുള്ളൊരു മാറ്റം Day 1 കൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുള്ളത് ഞാൻ അത്രയ്ക്കും തറപ്പിച്ച് പറയും. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി Day 2 ആണ്. Day 2 നമ്മുടെ മുടിയിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ മുടി അങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടിരുന്നാൽ മാത്രം മതി. കാരണം Day 1 നമ്മുടെ മുടിക്ക് കൊടുക്കാനുള്ള മാക്സിമം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. Day 2 നമ്മുടെ മുടിയെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. Day 2 നമ്മുടെ മുടിയിൽ ഒന്നും തന്നെ ചെയ്യാനില്ല. രാവിലെ എണീക്കുമ്പോൾ, രണ്ടാമത്തെ ദിവസം രാവിലെ എണീക്കുമ്പോൾ നിങ്ങളുടെ മുടി നല്ല പോലെ ഒന്ന് കോംബ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ മുടിയിലെ എല്ലാ പ്രശ്നങ്ങളും മാറിയിട്ടുണ്ടാവും. സ്പ്ലിറ്റൻസ്, ഡ്രൈനസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല സ്മൂത്ത് ആയി കിടക്കും മുടി. അതിപ്പോ നിങ്ങൾക്ക് കാണാനും കഴിയും. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം Day 2 രാവിലെ എണീറ്റ് വെറുതെ ഒന്ന് മുടി ചീകിയെടുക്കുക. ഹെയർ വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോ നിർബന്ധമായിട്ടും ഹെയർ വാഷ് ചെയ്യണ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വെറുതെ പച്ചവെള്ളത്തിൽ നിങ്ങൾ മുടി കഴുകിയെടുക്കുക. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെയർ വാഷ് ചെയ്യാതിരിക്കുന്നതാണ് ദി ബെസ്റ്റ് കേട്ടോ. ഡെയിലി ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടി പാടില്ല. അപ്പോൾ Day 2 രാവിലെ അങ്ങനെ ചെയ്യാം. രാത്രി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുടി വളരാൻ വേണ്ടിയിട്ടുള്ള ടോണേഴ്സ് ഉപയോഗിച്ച് കൊടുക്കാം. റോസ്മേരിയുടെ വാട്ടർ, ഉലുവയുടെ വെള്ളം, അതേപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലയുടെ വെള്ളം, ഇതൊക്കെ ടോണറായിട്ട് നിങ്ങൾക്ക് രാത്രിയിൽ ഉപയോഗിക്കാം. അതല്ലാതെ വേറെ ഒന്നും തന്നെ Day 2 നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല.
ഇനി ഡേ 3 ആണ്. ഡേ 3 നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് മുടി കൊഴിച്ചിൽ വരാതിരിക്കാനും വന്നവർക്ക് മുടി കൊഴിച്ചിൽ മാറ്റാനും വേണ്ടിയിട്ടുള്ള ഹെയർ കെയർ ആണ് കേട്ടോ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ ഡേ 3 എന്ന് പറയുമ്പോൾ നമുക്ക് തുളസി, അതേപോലെ തന്നെ പനിക്കൂർക്ക, അത് വെച്ചിട്ടുള്ള അത് രണ്ടും നന്നായിട്ട് അരച്ച് കുറച്ച് ഉള്ളിയും അതിലേക്ക് ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്ത് അതിന്റെ നീര് നിങ്ങൾക്ക് തലയോട്ടിയിൽ വെച്ച് പിടിപ്പിച്ച് വെറുതെ പച്ചവെള്ളത്തിൽ മുടി കഴുകിയെടുക്കുക. അതേപോലെ തന്നെ ഉള്ളിയും നമ്മുടെ ജിഞ്ചർ ജ്യൂസും കൂടെ നന്നായിട്ട് ഉള്ളിയും ജിഞ്ചറും കൂടെ ഈക്വൽ എമൗണ്ടിൽ എടുക്കുക. കുത്തിച്ചതച്ചിട്ട് അതിന്റെ നീര് നിങ്ങളുടെ തലയോട്ടിയിൽ വെച്ച് കൊടുക്കുക. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് വെറുതെ പച്ചവെള്ളത്തിൽ മുടി കഴുകിയെടുക്കുക. അതല്ലെങ്കിൽ ഉലുവട വെള്ളം ഉണ്ടല്ലോ, നമ്മുടെ ഉലുവട വെള്ളം, അത് വെറുതെ തലയോട്ടിയിൽ വെച്ച് കൊടുക്കുക. 10 മിനിറ്റ് വെക്കുക, വെറുതെ പച്ചവെള്ളത്തിൽ മുടി കഴുകിയെടുക്കുക. ഇങ്ങനെയുള്ള ഹെയർ കെയർ ഒക്കെയാണ് നിങ്ങൾ ഡേ 3 ചെയ്യേണ്ടത്. ഹെവി ആയിട്ട് ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല. ഇനി നമ്മുടെ ഡേ 4 ആണ്. ഡേ 4 നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും ഹെയർ ഓയിൽ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ 3-ാമത്തെ ദിവസം രാത്രി തന്നെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇനിയിപ്പോ എനിക്ക് രാത്രി പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ, 4-ാമത്തെ ദിവസം രാവിലെ, രാത്രി തന്നെ നിങ്ങൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യണമെന്നില്ല കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ കംഫർട്ടബിൾ ആണ്. എനിക്ക് എന്റെ ഡ്രൈ ഹെയർ ആയതുകൊണ്ട് ഓവർനൈറ്റ് എണ്ണ വെക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് മുടി വളരുന്നത് പോലെ ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും മാക്സിമം ഓവർനൈറ്റ് ആണ് മുടിയിൽ എണ്ണ വെക്കാറുള്ളത്. അത് എന്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തേ ഉള്ളൂ. നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നില്ല, രാത്രി തന്നെ അപ്ലൈ ചെയ്യണമെന്നില്ല. 4-ാമത്തെ ദിവസം രാവിലെ നിങ്ങളുടെ ഹെയർ ഓയിൽ വേറെ ഒന്നും ചൂടാക്കുക, ഹോട്ട് ഓയിലോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വെറുതെ ഹെയർ ഓയിൽ എടുത്ത് നിങ്ങളുടെ തലയോട്ടിയിലും മുടിയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. 1 മണിക്കൂർ നേരം വെയിറ്റ് ചെയ്യുക. 1 മണിക്കൂർ പറ്റാത്തവര് അരമണിക്കൂർ നേരമെങ്കിലും ഈ എണ്ണ നിങ്ങളുടെ മുടിയിൽ തന്നെ വെച്ചിരിക്കുക. അതിനുശേഷം നമ്മുടെ മുടിക്ക് തിക്നെസ് കൂടാൻ വേണ്ടിയിട്ടുള്ള ഹെയർ പാക്കുകൾ നമുക്ക് ഇട്ട് കൊടുക്കാം. മുടിയുടെ തിക്നെസ് കൂടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്ലാക്സ് സീഡ് ദി ബെസ്റ്റ് ആണ്. മുടിയുടെ തിക്നെസ് കൂടാൻ വേണ്ടി മാത്രമല്ല, ഹെയർ ഗ്രോത്തിന് അടിപൊളിയാണ്. അതേപോലെ തന്നെ മുടിയുടെ തിക്നെസ്സിന് അടിപൊളിയാണ്. മുടിയിലെ പ്രശ്നങ്ങള്, മുടിയുടെ ഡ്രൈനെസ് ഒക്കെ മാറ്റാനൊക്കെ നല്ലതാണ്. അതേപോലെ തന്നെ ബനാന ഹെയർ പാക്ക് ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് രീതികളിലുള്ള ഹെയർ പാക്കുകൾ ഹെയർ തിക്നെസ്സിന് ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്, കുറെ ഹെയർ പാക്കുകൾ ഉണ്ട്. അതാണ് ഞാൻ വീഡിയോ ആയിട്ട് ഓരോന്നായിട്ട് മാറ്റി മാറ്റി കാണിക്കണത്. അപ്പൊ ഡേ 4 ഹെയർ തിക്നെസ്സിനുള്ള ഹെയർ പാക്ക് ഇട്ട് കൊടുക്കും. അതിനുശേഷം ഷാമ്പു വെച്ച് ഹെയർ വാഷ് ചെയ്യും. ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാല് ഡേ 5 പ്രത്യേകിച്ച് നിങ്ങളുടെ മുടിയിൽ ഒന്നും തന്നെ ചെയ്യാനില്ല. നമ്മൾ ഡേ 2 ഫോളോ ചെയ്ത അതേ റൊട്ടീനാണ്. നമ്മുടെ ഡേ 5 നമ്മുടെ മുടിയെ ഫ്രീ ആയിട്ട് വിടുക. മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും ചെയ്യാം. രാത്രിയിൽ ടോണേഴ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഡേ 5 കഴിഞ്ഞു. ഇനി നമ്മുടെ ഡേ 6 ആണ്. ഡേ 6 പ്രോട്ടീൻസ് റിച്ച് ആയിട്ടുള്ള ഹെയർ പാക്കുകൾ നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് ഡേ 6 വേണമെങ്കിലും ചെയ്യാം, ഡേ 7 വേണമെങ്കിലും ചെയ്യാം, യാതൊരു പ്രശ്നമില്ല. ഈ 2 ദിവസത്തില് ഏതെങ്കിലും ഒരു ദിവസം പ്രോട്ടീൻസ് റിച്ച് ആയിട്ടുള്ള ഹെയർ പാക്കുകൾ നമ്മുടെ മുടിക്ക് കൊടുക്കണം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ മുടി നല്ലപോലെ ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോട്ടീൻസ് റിച്ച് ആയിട്ടുള്ള ഹെയർ പാക്കുകൾ നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ മുട്ട തന്നെയാണ്. മുട്ട യൂസ് ചെയ്തിട്ടുള്ള ഹെയർ പാക്കുകൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മുട്ടയുടെ വെള്ള, മഞ്ഞ ഇഷ്ടമല്ലാത്തവർക്ക് മഞ്ഞ കളഞ്ഞിട്ട് മുട്ടയുടെ വെള്ള എടുക്കുക. 2 മുട്ടയുടെ വെള്ള എടുക്കുക. അതിലേക്ക് തൈര് മിക്സ് ചെയ്തിട്ട് 2 ടേബിൾ സ്പൂൺ തൈര് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തലയുടെ കൂട്ടിലും മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. 20 മിനിറ്റ് വെച്ചിട്ട് നിങ്ങൾ വെറുതെ ഷാമ്പു ഹെയർ വാഷ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ വെറുതെ മുടി കഴുകിയെടുത്താലും മതി. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറുപയർ, അതേപോലെ തന്നെ ഉലുവ, ഇത് രണ്ടും പാടെ നന്നായിട്ട് അരച്ചെടുക്കുക, പിഴിഞ്ഞെടുക്കുക. അതിലേക്ക് മുട്ട ആഡ് ചെയ്യുക. മുട്ട ആഡ് ചെയ്തിട്ടുള്ള ഹെയർ പാക്കുകൾ വേണം നമ്മൾ ഡേ 6 അല്ലെങ്കിൽ ഡേ 7 ആയിട്ട് നമ്മുടെ മുടിയിലേക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ഞാൻ പറഞ്ഞു തന്ന ഈ ഒരു 7 ഡേ നിങ്ങൾക്ക് മനസ്സിലായോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ എന്തൊക്കെയോ കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്റെ വിശ്വാസം. അപ്പോ ഇങ്ങനെയാണ് നമ്മുടെ ഹെയർ കെയർ റൊട്ടീൻ പോണത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഡെയിലിയും ഓരോ ഹെയർ പാക്കുകൾ മാറ്റി മാറ്റി ചേച്ചി കാണിക്കുന്നുണ്ടല്ലോ, ഏതാണ് ഞങ്ങൾ യൂസ് ചെയ്യാന്നുള്ളത് നിങ്ങൾ മിക്ക ആൾക്കാരും ചോദിക്കാറുണ്ട്. അതിനുള്ള ഉത്തരം ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, മുടി കൊഴിച്ചലിന് ഒരുപാട് ഹെയർ പാക്കുകൾ ഉണ്ട്, ഹെയർ ഗ്രോത്തിന് ഒരുപാട് ഹെയർ പാക്കുകൾ ഉണ്ട്, ഹെയർ തിക്നെസ്സിന് ഒരുപാട് ഹെയർ പാക്ക് ഉണ്ട്, മുടിയിലെ ഡ്രൈനെസ്സും സ്പ്ലിറ്റൻസും അങ്ങനെ ഡാൻഡ്രഫും ഇതൊന്നും വരാതിരിക്കാൻ ഒരുപാട് ഹെയർ പാക്സ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മുടിക്ക് പ്രോട്ടീൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻസ് റിച്ച് ആയിട്ടുള്ള ഹെയർ പാക്കുകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇത് ഞാൻ മാറ്റി മാറ്റി നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത് എന്തിനാണെന്ന് വെച്ചാല്, ഞാൻ കാണിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങൾക്ക് അവൈലബിൾ ആയിന്ന് വരില്ല. അപ്പൊ ഞാൻ കാണിക്കുന്നതിൽ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ വീട്ടിലുള്ളത്, നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത്, അത് വെച്ചിട്ടുള്ള ഹെയർ കെയർ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ മാറ്റി മാറ്റി
ഓരോ ഹെയർ പാക്കുകളായിട്ട് നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ ഓരോന്നിനും ഓരോ ഹെയർ പാക്കുകളാണ്. അത് മാത്രം നിങ്ങൾ മനസ്സിൽ വെച്ച് ഹെയർ കെയർ ചെയ്യാം. ഇങ്ങനെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഒരു റൊട്ടീൻ ഫോളോ ചെയ്ത് പോവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്ര തന്നെ വളരാത്ത മുടിയും വളർത്തിയെടുക്കാം എന്നുള്ളത് എൻ്റെ ഒരു പേഴ്സണലി എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്. മുമ്പ് ഞാൻ ഒരിക്കലും ഹെയർ കെയറേ ചെയ്യാത്തൊരു വ്യക്തിയായിരുന്നു, ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാത്തൊരു വ്യക്തിയായിരുന്നു. പക്ഷെ ഒരു റൊട്ടീൻ ഫോളോ ചെയ്ത് തുടങ്ങിയപ്പോൾ എൻ്റെ മുടിയുടെ രൂപവും ഭാവവും എല്ലാം ടോട്ടലി മാറി. അപ്പോൾ നിങ്ങളും ഇതേ രീതികളിലുള്ള ഹെയർ കെയർ ചെയ്തു വരിക. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചോളൂ. തീർച്ചയായിട്ടും എത്ര തിരക്കാണെന്നുണ്ടെങ്കിലും ഞാൻ അതിനുള്ള റിപ്ലൈ നിങ്ങൾ ഓരോരുത്തർക്കും തന്നിരിക്കും. അപ്പോ ഇതാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതേപോലെ മറ്റൊരു എഫക്റ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം രമ്യ. അപ്പോൾ ഇനി നമുക്ക് ഒരു ഹെൽത്ത് ഡ്രിങ്കും കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇത് നമ്മുടെ മുടിക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ ഹെൽത്തിനും ഒരുപാട് ഗുണം ചെയ്യും കേട്ടോ. പ്രത്യേകിച്ച് ഈ ഒരു ക്ലൈമറ്റിൽ നിങ്ങൾ ഇത് ഇൻടേക്കായിട്ട് എടുക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. അതേപോലെ തന്നെ ഈ ഒരു ഡ്രിങ്കൊക്കെ ഞാൻ എത്രയൊക്കെ കുടിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ആദ്യം ഒന്ന് കുടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ളതുപോലെ തോന്നും, പക്ഷേ കുടിച്ച് ശീലിച്ചാൽ ഇതൊരു പ്രശ്നമേ അല്ല കേട്ടോ. അപ്പോൾ അതിനായിട്ട് വേണ്ടത് നെല്ലിക്കയാണ്. നെല്ലിക്കയിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് അത്യാവശ്യം വേണ്ട ഒരു ഘടകമാണ് വിറ്റാമിൻ സി. അത് നെല്ലിക്കയിലുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ റിസൾട്ട് ഉണ്ടല്ലോ, ഇത് കുടിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ വേണ്ടി പറ്റും നിങ്ങളുടെ ബോഡിയിലും മുടിയിലും വരുന്ന മാറ്റം കേട്ടോ. അപ്പോൾ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ഞാൻ നെല്ലിക്ക അരിഞ്ഞെടുത്തിട്ട് മിക്സിയുടെ ജാറിലോട്ട് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 10-12 തണ്ടോളം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് ഇത് നല്ലപോലെ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുന്നുണ്ട്. അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഞാൻ അരിച്ചെടുക്കണില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരച്ചെടുത്ത പാടെ അരിക്കാം, പക്ഷെ ഞാൻ അരിക്കുന്നില്ല. ഞാനിത് ഇങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ കയറ്റിയിട്ട് ഫ്രീസ് ചെയ്യാൻ വേണ്ടി പോവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് എപ്പോഴും ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്, മെനക്കേടാണ്. ആരും ചെയ്യില്ല. ഒരു ദിവസം 2 ദിവസം ചെയ്യും, പിന്നെ അങ്ങോട്ട് ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഐസ് ക്യൂബായിട്ട് ഫ്രീസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് നിങ്ങൾ ഡെയിലി രാവിലെയോ അല്ലെങ്കിൽ ആഹാരത്തിന് ശേഷം രാത്രിയോ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ഐസ് ക്യൂബ് ഇടുക. ഇതേപോലെ ഇതിന്ന് ഒരു ക്യൂബ് എടുത്ത് വെള്ളത്തിലോട്ടിട്ട്, അതായത് ചൂടുവെള്ളത്തിൽ ഇടണം കേട്ടോ, എന്നാലാണ് ഇത് മെൽട്ടാവുക. ഒരു ക്യൂബ് എടുത്ത് ഗ്ലാസ്സിലോട്ടിട്ടിട്ട് അതിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ മെൽട്ടാവുന്ന സമയത്ത് നിങ്ങൾക്ക് അരിച്ചിട്ട് കുടിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കുടിക്കാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഹെയർ കെയറിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ഡ്രിങ്കും എടുത്തു വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്നുള്ളത് ഞാൻ തറപ്പിച്ച് പറയൂ കേട്ടോ. കാരണം അത്രമാത്രം നമ്മുടെ മുടിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്, മെയിനായിട്ട് ചേർത്തിരിക്കുന്ന ഈ ഒരു 2 ഇൻഗ്രീഡിയൻസ് വേറെ ലെവല് റിസൾട്ടും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.